തീർച്ചയായിട്ടും UDF ജയിക്കും. കാരണം LDFന്റെ കൺവീനറും പിന്നെ CPMന്റെ കൺവീനറും പറഞ്ഞ എന്താണ്, മലപ്പുറത്ത് ലീഗ് ഒറ്റക്ക് മത്സരിച്ചാൽ ജയിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ 15 ഇതില്ലല്ലോ, ഒരു വാക്ക് ഓവറിന് വേണ്ടിയിട്ട് അവർ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു. ഒരു വാക്ക് ഓവർ മത്സരമാണ്. എന്താ അത് തന്നെയാണോ? അല്ല, വസീഫ് ജയസാധ്യത ഉണ്ട്. എന്തുകൊണ്ട്? ജയസാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മൈനോറിറ്റി റൈറ്റ് സംരക്ഷിക്കാൻ LDF ആണോ UDF ആണോ മികച്ചത്? LDF ഇപ്പൊ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പോലും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെ പറ്റി ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല. അവർ നടത്തുന്നത് ഇപ്പൊ ഹിന്ദുത്വ പ്രീണന നയാണ്. അതൊക്കെ ഇവിടുത്തെ മലപ്പുറത്തെ വിഭാഗങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഹിന്ദുത്വ സമീപനമാണോ? ഒരിക്കലല്ല. അല്ല, ഒരിക്കലല്ല. കോൺഗ്രസിനെ രാജ്യത്തിന് ഭരിക്കാൻ കഴിയുള്ളൂ. അത് എല്ലാവർക്കും പ്രകടന പത്രികയിൽ പൗരത്വം ഇല്ലാത്തത് ബാധിക്കൂ? അത് ബാധിക്കും. പ്രകടന പത്രിക വേണമായിരുന്നു എന്നാണ് അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പ്രകടന പത്രികയിൽ പൗരത്വ നിയമം വേണോ വേണ്ടയോ? അത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കോൺഗ്രസ് പ്രകടന പത്രിക അല്ല, മതം പറയാത്ത ഒരു പൗരത്വ നിയമമാണെങ്കിൽ എല്ലാവരും അംഗീകരിക്കുമല്ലോ, ഒരു സംശയമില്ലല്ലോ. മതം പറയുമ്പോഴാണല്ലോ അത് വർഗീയത കൊണ്ടുവരുന്നത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. ഇതിന് മുമ്പ് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച സംഗതിയില്ലേ, അതിലെന്തായിരുന്നു മതം ഉണ്ടായിരുന്നു? അതില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എന്താ ഒരു നിലപാട് ഇവിടെ? UDF വരോ? 50 സീറ്റിന് താഴെ മത്സരിക്കുന്ന CPMന് ധൈര്യമായിട്ട് പ്രകടന പത്രിക ഇറക്കാലോ. എന്തായാലും അധികാരത്തിൽ എത്തണില്ലല്ലോ. ഓലിക്ക് എന്തും പറഞ്ഞ പിന്നെ പ്രകടന പത്രിക ഇറക്കാം. അതേമാതിരിയാണോ UDF അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി? അതാണ് എന്റെ ചോദ്യം. മലപ്പുറം UDF ബഹുഭൂരിപക്ഷം വിജയിക്കും. എന്തുകൊണ്ട്? ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം LDF ഇപ്പോൾ നയിക്കുന്ന ജനങ്ങളിലേക്ക് BJP ആണ് എതിർക്കുന്നതെങ്കിലും UDFും BJPയും ശക്തമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ ചെയ്യുന്ന മാർഗം അവിടെ BJPയെ മുന്നിലെത്തിക്കാൻ വേണ്ടി ശക്തമായ സ്ഥാനാർത്ഥിയും, നേരെ മറിച്ച് UDF ബഹുഭൂരിപക്ഷ മണ്ഡലത്തിൽ ഏതെങ്കിലും ലോക്കൽ ചെറുപ്പക്കാരെ വെച്ചാണ് വെറുതെ ഒരു മത്സരം കാഴ്ചവെക്കുക. അവരുടെ ആവശ്യം കേരളത്തിൽ നിന്നും 2-3 സീറ്റുകൾ BJPക്ക് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു കാണുന്നു. ഓക്കെ, എന്താ നിലപാട്? മലപ്പുറത്ത് ആർക്കാണ് സാധ്യത? എന്തുകൊണ്ട്? മലപ്പുറത്ത് തീർച്ചയായിട്ടും UDFന് തന്നെ ഉള്ളൂ. ഇവിടെ പിന്നെ ഒന്ന് BJPക്ക് ഇവിടെ നമ്മളെ മലപ്പുറം മണ്ഡലത്തിൽ ഒരു പ്രസക്തിയില്ല, അതൊന്ന്. പിന്നെ ഇവിടെ നമ്മളെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ വളരെ നല്ല രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. CAA കുറിച്ച് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് നിങ്ങളെ ക്യാമറ ഇങ്ങോട്ടൊന്ന് സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാനിഫെസ്റ്റോ കറക്റ്റ് അതിൽ കറക്റ്റ് ഇതാ. ആർട്ടിക്കിൾ 16ലും ആർട്ടിക്കിൾ 15 കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് വാക്കെടുത്ത് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ലംഘനമാണ് പൗരത്വ നിയമം. അപ്പൊ അത് ആ രീതിയിൽ പോലെ BJP നടത്തുന്ന ഒരു അജണ്ട ഏറ്റെടുത്ത് CPM നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഈ പ്രതിനിധിയോട് ചോദിക്കാനുള്ള വേറെ സംഗതി, നിങ്ങൾ ഇവിടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞ് 2 രൂപ സെസ് കൂട്ടി, അത് എന്തിനേന്നുള്ളതെന്ന് പറഞ്ഞു തരണം. മലപ്പുറത്ത് ഇപ്രാവശ്യം LDF ജയിക്കട്ടെ. എന്താ കാര്യം? കാലാകാലങ്ങളായിട്ട് ഈ UDF മാത്രം ജയിക്കും. അതുകൊണ്ട് എല്ലാ ആസ്ഥാനത്തും ഒരു റെയിൽവേ ഒന്നുമില്ല. എല്ലാ ജില്ലയിലും ഒരു മാറ്റമില്ല. എത്ര വർഷങ്ങളായി UDF ഇവിടുന്ന് പോകണം. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ട്രെയിനിലൊന്ന് പോയി ഒന്ന് കോഴിക്കോടോ അവിടെ ഇവിടെ ഒരു അങ്ങാടിപ്പുറം അല്ല, അത് വേണ്ടല്ലോ. നമ്മളെ ജില്ലാ ആസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറം അല്ലേ? ഈ ജില്ലാ ആസ്ഥാനത്ത് കൂടെ ഒരു സാധ്യത പഠനമെങ്കിലും നടത്താമല്ലോ ഇവർക്ക്. അല്ല, അങ്ങാടിപ്പുറം, മലപ്പുറം, കോഴിക്കോട് അങ്ങനെ ആയിട്ട് പോയിക്കൂടെ? അതൊന്ന്. പിന്നെ ഈ കോൺഗ്രസ് ഇപ്പൊ പ്രകടന പത്രിക നടത്തി. ഇവരെ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ്? അതിൽ പോലും എന്താ പറയാ, പൗരത്വ ഭേദഗതി കാര്യം ഇല്ല, എഴുതിയിട്ടില്ല. വെറുതെ പറ്റിക്കാൻ വേണ്ടിട്ട്. അതെ, വയനാട്ടിൽ കണ്ടല്ലോ, എല്ലാരും കണ്ടില്ലേ? അത്രേ ഉള്ളൂ. ഇവിടുത്തെ ജനങ്ങള് വെറുതെ പൊട്ടന്മാരാക്ക. ഇവരല്ലാതെ വേറെ ആരും ജയിക്കൂല എന്നുള്ളത് കൊണ്ട് തന്നെ തോന്നിയ മാതിരി ഭരിക്കുക.